കണ്ണൻ നായർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കണ്ണൻ, റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ. മാങ്കൂട്ടത്തിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറഞ്ഞത് ഈ പ്രതി അതിജീവിതയെ ബലാത്സംഗം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ക്രൂരമായി ആക്രമണത്തിന് ഇരയാക്കി. 8/4/2024 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തുകയും വളരെ ക്രൂരമായി ആ സ്ത്രീയെ ആക്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ആ ഒരു കേസിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ വിവിധ തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PS നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്കെതിരെ ഒരു കാരണവശാലും ജാമ്യം നൽകരുത്. ഇയാൾക്കെതിരെ കേസന്വേഷിക്കാൻ വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ആദ്യത്തെ കേസിൽ പാലക്കാട് ജില്ലയിൽ ഒളിച്ചു താമസിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഒളിച്ചു താമസിക്കുന്ന വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ, അതായത് 11 തീയതി പുലർച്ചെ 12:30 പാലക്കാട്ടെ KPM ഹോട്ടലിൽ വെച്ച് 2002 റൂമിൽ വെച്ച് നിയമാനുസരണം കസ്റ്റഡി എടുത്തിട്ടുള്ളതും ആ കാര്യങ്ങൾ അയാളുടെ ബന്ധുക്കളെയും അതുപോലെ ഡ്രൈവറെയും അറിയിച്ചിട്ടുണ്ട്. ഈ കേസിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള തെളിവുകളുണ്ട്, ബലാത്സംഗം ചെയ്തു എന്നുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. മാത്രമല്ല പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പൊട്ടൻഷ്യൽ ടെസ്റ്റ് അടക്കമുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. DNA പരിശോധനയ്ക്കായി പ്രതിയുടെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ DNA പരിശോധന നടത്താൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചിരിക്കുന്നു. ഈ മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ DNA പരിശോധന നടത്തും. അതിനുവേണ്ടിയുള്ള സാമ്പിൾ ഇന്ന് നടത്തിയ വൈദ്യ പരിശോധനയിൽ ശേഖരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് പൊട്ടൻഷ്യൽ മെഡിക്കൽ പരിശോധനയ്ക്ക്, അതായത് ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കി. അതുപോലെ തന്നെ DNA പരിശോധനയ്ക്ക് നേരത്തെ തന്നെ ഈ DNA പരിശോധനയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം അതിജീവിത പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് ആ അതിജീവിതയുടെ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. ആ സംഭവത്തിലാണ് ഇപ്പോൾ DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിൾ ഇപ്പോൾ വൈദ്യ പരിശോധനയുടെ ഭാഗമായി ശേഖരിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം DNA പരിശോധന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ DNA പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള സാമ്പിൾ ശേഖരിച്ചിരിക്കുന്നു. അത് കൃത്യമായി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണത്തിൽ അവലംബിനി, അതായത് അതിജീവിതയെ ബലാത്സംഗം ചെയ്തു. മാത്രമല്ല ഇയാളുടെ മറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക ലക്ഷ്യത്തോടു കൂടിയാണ് ആ സ്ത്രീയെ സമീപിച്ചത്. ഈ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിൽ വെച്ചാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് 8/4/2024 ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് അവിടേക്ക് പരാതിക്കാരിയെ വിളിച്ചു വരുത്തിയെന്നുള്ളതാണ് പ്രധാനമായും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ പറയുന്നത് പ്രതി ഒരു നിയമസഭാ സാമാജികനും ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധമുള്ള ആളാണ്. ആ സ്വാധീനത്താൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും ശ്രമിക്കാനിടയുണ്ട്. ഒപ്പം തന്നെ FIR രജിസ്റ്റർ ചെയ്ത ശേഷവും അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തിയ ഒരു പാരമ്പര്യമുണ്ട്. കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ കേസിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അയാൾക്ക് ജാമ്യം നൽകരുത്. നാലാമത്തേത് പ്രതിയുമായുള്ള കേസിലെ അതിജീവിതമാരെ സൈബർ ബുള്ളിംഗ് നടത്തി അധിക്ഷേപം തുടരുന്നതും അതിജീവിതമാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അധിക്ഷേപം നടത്തിയിട്ടുള്ളതുമാണ്. അതായത് മുൻ കേസുകളിലെ അതിജീവിതമാരെ സൈബർ ബുള്ളിംഗ് നടത്തുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുതെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അതിജീവിതമാരുടെ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്, അതിജീവിതമാരെ ജീവൻ അപകടത്തിൽപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം പറയുന്നു. ആറാമത്തേതായി പറയുന്നത് പ്രതി നിയമ നടപടികളെ വെല്ലുവിളിച്ച് ഒളിവിൽ പോയ വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ തുടർ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. അതായത് നേരത്തെ 10 ദിവസത്തോളം ഇയാൾ തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ആ സമാനമായ രീതിയിലുള്ള ഒരു പ്രവൃത്തി ഈ കേസിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതി ഒട്ടേറെ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണ്, ലാപ്ടോപ്പ് അടക്കമുള്ള വിവിധ
ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് അവയൊക്കെ തന്നെ കേസിന്റെ ഭാഗമായി ഒരു പരിശോധനയുടെ ഭാഗമായി ഒരു കസ്റ്റഡി എടുക്കേണ്ടതുണ്ട്. ആ കസ്റ്റഡി എടുക്കാൻ ഈ പ്രതി ജയിലിൽ കടന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായും ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിയുമായി വിവിധ സ്ഥലങ്ങളിലെത്തി കേസന്വേഷണത്തിന്റെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ സമർപ്പിക്കും. ആ കസ്റ്റഡി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് പ്രതിയെ പോലീസിന്റെ അല്ലെങ്കിൽ SITയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടു കിട്ടണം എന്നുള്ള ആവശ്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായി ഇപ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിയും അതിജീവിതയും തമ്മിലുള്ള ചാറ്റുകൾ, അതിജീവിതയുടെ ദൃശ്യങ്ങൾ പ്രതിയുടെ ഉടമസ്ഥയിലുള്ള മൊബൈൽ ഫോണുകളിൽ ഉണ്ട്. അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഈ കേസിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് നിരവധി വീട്ടമ്മമാരെയും അവിവാഹിതരായിട്ടുള്ള യുവതികളെയും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ഈ പ്രതി പലതരത്തിൽ ലൈംഗികപരമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പോയിരിക്കുന്നത്. അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം DNA പരിശോധന നടത്തും. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പ്രതി പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ DNA പരിശോധന നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള സാമ്പിൾ പരിശോധന നടത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അയാളുടെ പൊട്ടൻഷ്യൽ പരിശോധന അടക്കം തന്നെ നേരത്തെ നടത്തിയതാണ്. ആ പരിശോധനയുടെ ഭാഗമായി ഇപ്പോൾ DNA പരിശോധന കൂടി നേരത്തെ DNA പരിശോധന നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല എങ്കിൽ ഇപ്പോൾ നിയമത്തിന്റെ പിൻബലത്തിൽ DNA പരിശോധന നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം SIT പോയിരിക്കുന്നു.